എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനായി കാത്തിടുന്നേ. എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനായി കാത്തിടുന്നേ. ചുറ്റും നിൽക്കും ദൂതർ ഹല്ലേലൂയാ പാടും, കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിച്ചിടും. ചുറ്റും നിൽക്കും ദൂതർ ഹല്ലേലൂയാ പാടും, കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിച്ചിടും. സുന്ദര രൂപനെ നിൻമുഖം കാണുമ്പോൾ പാരിപ്പുണർന്നാലും എന്നാശ തീരില്ല. സുന്ദര രൂപനെ നിൻമുഖം കാണുമ്പോൾ പാരിപ്പുണർന്നാലും എന്നാശ തീരില്ല. എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. കോടാകോടിയുഗം എൻ പ്രിയനോടത്ത് പുത്തൻ യെരൂശലേമിൽ നിത്യമായി വാണിടും. കോടാകോടിയുഗം എൻ പ്രിയനോടത്ത് പുത്തൻ യെരൂശലേമിൽ നിത്യമായി വാണിടും. സുമത്തെരുവീതിയിൽ ആകരം പിടിച്ച് എത്ര നടന്നാലും എൻ കൊതി തീരില്ല. സുമത്തെരുവീതിയിൽ ആകരം പിടിച്ച് എത്ര നടന്നാലും എൻ കൊതി തീരില്ല. എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. ഹായെന്തു ഭാഗ്യമേ മണവാട്ടി സഭയെ ഇത്ര സ്നേഹിക്കുന്ന ആ പ്രേമകാന്തന്റെ. ഹായെന്തു ഭാഗ്യമേ മണവാട്ടി സഭയെ ഇത്ര സ്നേഹിക്കുന്ന ആ പ്രേമകാന്തന്റെ. സ്വന്തമായി തീരുവാൻ കൃപ ലഭിച്ചോർന്ന ഉണർന്നെഴുന്നേൽക്കാ വേഗമൊരുങ്ങിടാം. സ്വന്തമായി തീരുവാൻ കൃപ ലഭിച്ചോർന്ന ഉണർന്നെഴുന്നേൽക്കാം വേഗമൊരുങ്ങിടാം. എൻ്റെ പ്രിയൻ വേഗമെന്നെ ചെത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. ഹല്ലേലൂയാ. ഒരു ദിവസം നമ്മൾ മണവാളിൻ്റെ അടുക്കൽ കയറി പോകൂലേ, കർത്താവിൻ്റെ പൊന്മുഖം നമ്മൾ കാണും. കർത്താവ് ഇരിക്കുന്നത് പോലെ നമ്മൾ കാണും. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നേരത്തെ ആഴമേറിയ തിരുവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും ആ ശക്തി എങ്ങനെയൊക്കെ ചോർന്നു പോകുമെന്നും ആ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിൽക്കാമെന്നും അഥവാ ചോർന്നു പോയാലും തിരികെ എങ്ങനെ പ്രാപിക്കാമെന്നൊക്കെ ആ വചനത്തിലൂടെ ഓരോ ഭാഗത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വത്രം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, പക്ഷെ ഇറങ്ങിപ്പോകുമ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ശിംശോന്റെ മേൽ പരിശുദ്ധന്മാവ് വന്നപ്പോൾ സ്വത്രം പരിശുദ്ധന്മാവ് തൻ്റെ മേൽ ഇറങ്ങിപ്പോയപ്പോൾ താൻ അറിഞ്ഞില്ല. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പിന്നെ അവൾ ശിംശോനെ ഫെലിസ്തർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ശക്തി പോയത് അറിഞ്ഞില്ല, ഫെലിസ്തീയത വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത് ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഒന്നുകൂടെ, മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന്
വിചാരിച്ചു. അടുത്ത് ഫെലിസ്ത്യരോ ആ. അവനെ പിടിച്ചു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കണ്ടോ, ശക്തി പോയി അവിടെ. അതുവരെ അവനെ പിടിക്കാൻ ആർക്കും ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ പിടിച്ചു ഒതുക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരു ശക്തിക്കും എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല. പക്ഷെ ശക്തി പോകുന്നത് നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടെ കർത്താവിൻ്റെ കൂടെ നടക്കണം. വീണ് പോയാൽ ശക്തി പോകും. പഴയതുപോലെ ചാടി എഴുന്നേൽക്കാൻ നോക്കും, അടി വാങ്ങി പിടിക്കും. മനസ്സിലായോ? വായിച്ചേ 21. ഫെലിസ്ത്യരോ ഫെലിസ്ത്യരോ അവനെ പിടിച്ചു. കണ്ടോ, അവനെ പിടിച്ചു. എന്നാൽ അതിനെ പൊട്ടിക്കാൻ പറ്റിയോ? പിടിച്ചു. പക്ഷേ അല്ലെങ്കിലോ കുടയുമായിരുന്നു. പക്ഷെ കുടഞ്ഞിട്ട് പോയോ? കുടഞ്ഞു കാണും ഒരു പക്ഷെ കുടഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. കാരണം എന്താ? ശക്തി പോയി. അത് ഏത് ശക്തി? ഉയരത്തിലെ അത്യന്തം പരമായ ശക്തി. അത് പോയി കഴിഞ്ഞപ്പോൾ കുടഞ്ഞിട്ടും വലിച്ചിട്ടും ഒന്നും ഒരു രക്ഷയും ഇല്ല. അത് പോയി. അടുത്ത വരി കണ്ണ് കുത്തിപ്പൊട്ടിച്ച്. അപ്പോൾ പോയപ്പോൾ എന്ത് ചെയ്തു? കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. കാഴ്ച പോയി. ആത്മീകമാകുന്ന കാഴ്ച പോയി. കണ്ടോ, ഇപ്പോൾ ലോകപരമായിട്ട് കാണാൻ തുടങ്ങി. ക്രിസ്തുവിനെ കാണുന്ന കണ്ണ് പോയി. ദൈവത്തെ കാണുന്ന കണ്ണ് പോയി. ദൈവ ശബ്ദം കേൾക്കുന്ന ആ കേൾവിയും പോയി. കാണലും പോയി. പിന്നെ കർത്താവിനെ തൊടുന്ന അനുഭവം പോയി. ആ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവം പോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചേ 21. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. കണ്ടോ, പിന്നെ നമ്മൾ ശത്രുവിൻ്റെ കയ്യിലാണ്. അവൻ ഇഷ്ടപ്പെട്ടെടുത്ത് കൊണ്ടുപോകും. കഴിഞ്ഞ നിമിഷം വരെ ആരുടെ കയ്യിലായിരുന്നു? കർത്താവിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ശക്തി പോയപ്പോൾ ആരുടെ കയ്യിലായി? ദുഷ്ടൻ്റെ കയ്യിലായി. ശക്തി പോകും മുമ്പ് അയാൾ ആരുടെ കയ്യിൽ? യേശുവിൻ്റെ കയ്യിൽ. കൊടയുന്നു, പൊട്ടുന്നു, എതിർക്കുന്നു, ശത്രു പരാജയപ്പെടുന്നു. പച്ച താടിയിലെടുക്കുന്നു, കുന്നൊന്ന് കുന്ന് രണ്ടെന്നും തകർക്കുന്നു. തന്നിൽ വേറെ ഒന്നും ഇല്ലാതിരിക്കെ, കയ്യിലൊന്നും ഇല്ലാതിരിക്കെ എന്ത് ചെയ്യുന്നു? വലിച്ചു കീറുന്നു. ഉണ്ടോ? പച്ച താടിയല്ലേ ഉണ്ട്, തകർക്കുന്നു, വലിച്ചു കീറി എറിയുന്നു, ഒന്നും ഇല്ലാതാക്കുന്നു. അത്രയും കർത്താവിൻ്റെ സ്വർഗീയ ബലം ഉണ്ടായിരുന്നു. പോകുന്നു, തന്നെ ഒതുക്കിയ ഗേറ്റിനെ തൂക്കിയെടുക്കുന്നു. വേറെ ഒന്നുമില്ല. എത്രയോ നല്ല സിമൻ്റ് കൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഗേറ്റ് നിസ്സാരം ഒരു വിരൽ കൊണ്ട് പൊക്കും പോലെ. അതാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ ശക്തിയല്ല, അത് സ്വർഗത്തിലെ ശക്തി. ആ ശക്തിയാൽ വിരൽ കൊണ്ട് പോലും പൊക്കണ്ട അത്രയ്ക്ക് ഈ മനുഷ്യൻ പൊക്കുന്നു, തോളിലെടുക്കുന്നു, കൊണ്ടുപോകുന്നു. അയാൾ ഒതുക്കാൻ നിന്നതിനെ അയാൾ തൂക്കിയെടുത്തു. മനസ്സിലായോ? അയാളെ ഒതുക്കാൻ നിന്നോ അയാൾ തൂക്കിയെടുത്തു. അത്രയ്ക്ക് ദൈവത്തിൻ്റെ ശക്തി അയാളുടെ മേലുണ്ടായിരുന്നു. എന്നാൽ ശക്തി പോയത് ശിംശോൻ അറിഞ്ഞില്ല. ശക്തി പോകാൻ ഒരുപാടൊന്നും വേണ്ട, അല്പം മതി. പാപം മനുഷ്യൻ്റെ ശക്തിയെ ഊറ്റും. പാപം മനുഷ്യൻ്റെ ശക്തിയെ നശിപ്പിക്കും. ഇവൻ്റെ ജീവിതത്തിൽ പാപം വന്നു, ശക്തി നഷ്ടപ്പെട്ടു. അടുത്തെന്ത് ചെയ്തു? ആരുടെ കയ്യിലായി? കർത്താവിൻ്റെ കയ്യിലിരുന്നവൻ ഇപ്പോൾ ഫെലിസ്ത്യൻ്റെ കയ്യിലായി. 2, കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ കണ്ട് ഓരോ സെക്കൻഡും ആത്മാവ് നിറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പോൾ കണ്ണ് കാഴ്ചയില്ലാത്തവനായി മാറി. കണ്ടോ, ഇപ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, ആ ദൈവമായിട്ടുള്ള ബന്ധം എല്ലാം പോയി, സകലതും നഷ്ടപ്പെട്ടു. അടുത്ത് അവൻ കഴിഞ്ഞ നാളുകളിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടന്നു. എങ്ങനെ നടന്നേ? ആത്മാവിൻ്റെ നിയന്ത്രണം നടന്നു. ഇപ്പൊ ഫെലിസ്ത്യൻ തൂക്കിക്കൊണ്ടുപോയി. കണ്ടോ, ഇപ്പം ഫെലിസ്ത്യന്റെ നിയന്ത്രണത്തിലായി. അടുത്തവർ വായിച്ചേ. ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കണ്ടോ, കഴിഞ്ഞ നിമിഷം എങ്ങനെയായിരുന്നു? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. എങ്ങനെ പോയേ? കഴിഞ്ഞ നിമിഷം എങ്ങനെ പോയേ ശിംശോൻ? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. പുതിയ നിയമത്തിനകത്ത് അങ്ങനെ ഒരു വാക്യമുണ്ട്. എങ്ങനെ കിടക്കുന്നു? എവിടെ കിടക്കുന്നു? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എത്ര അധ്യായം? 20-ാം അധ്യായമാണല്ലേ? അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി പോകുന്നു. അല്ലേ? സ്തോത്രം. ഇപ്പൊ എവിടെ പോകുന്നത്? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. 22-ാം വാക്യം വായിച്ച 20-ന്റെ 22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. അപ്പോ പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി കഴിഞ്ഞ നിമിഷം നിന്ന ശിംശോൻ ഇപ്പൊ ആരുടെ ബന്ധനത്തിലായി? ഫെലിസ്ത്യരുടെ ചങ്ങലക്കകത്ത്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിന് ശക്തി പോയാൽ കൊത്തിൻ്റെ വില പോലുമില്ല. ശക്തി വന്നാൽ
ശക്തി വന്നാൽ, ശക്തി വന്നാൽ, ആമേൻ, ശക്തി വന്നാൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ ഏതുമല്ലാത്ത മൺപാത്രങ്ങളാകുന്ന നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ശക്തിയിലൂടെ വലിയ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ വെളിപ്പെടും, അനേകർക്ക് വെളിപ്പെടും. എന്നാൽ ശക്തി പോയാൽ, കണ്ടോ, ശക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി കർത്താവിൻ്റെ കരത്തിലാണ്. പിന്നെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ആളാണ്, പിന്നെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ആളാണ്. നടപ്പ് എങ്ങനെയാണ്? ആത്മാവിലാണ് നടക്കുന്നത്. സ്തോത്രം. കണ്ണ് കർത്താവിനെ കാണാം, ശബ്ദം കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വരിയുടെ അർത്ഥം? ശബ്ദം കേൾക്കാൻ പറ്റും. എന്നാൽ ശക്തി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പോക്കാണ്. അടുത്ത വാക്യം വായിച്ചേ. ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവന് കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ട്. ഇപ്പൊ എവിടെ കിടക്കയാ? പുറം ലോകത്തിലോട്ട് വരാൻ പറ്റാതെ അന്ധകാര ബന്ധനത്തിന്റെ അകത്ത്. എവിടെ? അന്ധകാര ബന്ധനത്തിന്റെ അകത്ത്. പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ വചനം വായിക്കാനോ ധ്യാനിക്കാനോ വിശ്വസിക്കാനോ സത്യത്തിലൊന്ന് മതിമറന്ന്, നമ്മൾ പണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അനേകർ ആദ്യ സ്നേഹത്തിൽ അവർ അടുത്ത് നിൽക്കുന്നവരെ ബോധമില്ലെന്നല്ല, ബോധം പോകില്ല. പരിശുദ്ധാത്മാവ് ബോധം പോകുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. പിന്നെ ബോധമുള്ള ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ബോധം പോയി സ്വത്രം മദ്യപിച്ച ഒരാളിന് ബോധമില്ലാത്ത പോലെ അല്ല. പിന്നെ എങ്ങനെ ബോധം കാണും? ഞാൻ എവിടെ നിന്നാലും ബോധം കാണും. പക്ഷേ ഞാൻ കർത്താവിനെ ആരാധിക്കും. ഞാൻ അടുത്ത് നിൽക്കുന്ന ആളിനെ നോക്കത്തില്ല. എൻ്റെ ലജ്ഞ പൊട്ടും, എൻ്റെ നാണക്കേട് പൊട്ടും. എനിക്ക് വേറെ ഒരു നാണക്കേടും തോന്നത്തില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നൊരു ബോധം എനിക്ക് കാണും. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കും. കെട്ടുകളെല്ലാം പൊട്ടും. എൻ്റെ ഹൃദയത്തിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം ആത്മാവിൽ നിറയുമ്പോഴുണ്ടാകും. പറന്ന് നടക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ദൈവകൃപയിൽ ജ്വലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞിട്ട് ബോധമില്ലെന്നല്ല, ബോധം കെട്ടെന്നല്ല. പിന്നെ സ്വത്രം ബോധം എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം അറിയാം. പക്ഷെ ആത്മാവ് ആ വ്യക്തിയെ നിയന്ത്രിക്കും, പരിശുദ്ധാത്മാവ് നടത്തും. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ പ്രാപിച്ചിട്ട് വീട്ടിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഭവനത്തിനകത്തും പുറത്തും സ്വത്രം ലക്കില്ലാതെ നടക്കുമെന്നല്ല. പിന്നെ ആത്മാവ് നിറഞ്ഞവരായി നടക്കും. എന്താ അർത്ഥം? ആത്മാവ് നിറഞ്ഞവരായി നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മദ്യപിക്കുമ്പോൾ ചാഞ്ചാടി നടക്കുമ്പോൾ നടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. പിന്നെ എങ്ങനെ നടക്കുമെന്ന അർത്ഥം? ആത്മാവ് നിറഞ്ഞവരായി നടക്കുന്ന അർത്ഥം എന്താ? നമ്മുടെ സ്വഭാവത്തിലൂടെ മറ്റുള്ളവർക്കെല്ലാം യേശുവിനെ കാണാൻ പറ്റും. അതാ നിറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ. അല്ല, വേറെ ഒന്നും അല്ല. ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് അന്യഭാഷ പറഞ്ഞ് കൈയടിക്കുമ്പോഴല്ല അവരറിയുന്നത്. പിന്നെ എൻ്റെ സ്വഭാവത്തിലൂടെ ക്രിസ്തുവിനെ അവർക്ക് അതാ ആത്മാവ് നിറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശിംശോന്റെ മേൽ ശക്തി വന്നതുപോലായിരുന്നില്ല. അവൻ ശക്തി വന്നപ്പോൾ അറിഞ്ഞു, പക്ഷെ ശക്തി പോയപ്പോൾ അവൻ അറിഞ്ഞില്ല. അവൻ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വീണു. പിന്നെ അവന് കർത്താവിനെ കാണാനും അനുഭവിക്കാനും ആ സാന്നിധ്യത്തിൽ ജീവിക്കാനും ഉള്ള അത് നഷ്ടമായി. കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. പിന്നെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവൻ ഇപ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. സ്വതന്ത്രനായി എവിടെയും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സഞ്ചരിച്ചവൻ ഇപ്പോൾ ഒരു അടിമയെപ്പോലെ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ ശത്രുവിൻ്റെ മാവ് പൊടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായ ഒരു വാക്യത്തിൻ്റെ അർത്ഥം എത്ര ആഴമുണ്ടെന്ന് നോക്കിയേ. ഇനി നിങ്ങളത് വിഷയം പ്രസംഗിച്ചാൽ ദൈവം മറ്റൊരാഴമായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് തരിക. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നുകൂടെ വായിച്ച വാക്യം, ഒന്നുകൂടെ വായിച്ച 21. ഫെലിസ്ത്യരോ 20-21 വായിച്ച 20-21 20-ന്റെ 2-ാം ഭാഗം. യഹോവ തന്നെ വിട്ടു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസ്സയിലേക്ക് കൊണ്ടുപോയി. അടുത്ത വരി. ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കഴിഞ്ഞ നിമിഷം ഏത് ബന്ധനമായിരുന്നു? ആത്മാവിൻ്റെ ബന്ധിച്ചിരുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ ആർക്കും തകർക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ആർക്ക് വേണോ? പിടിക്കാം, തകർക്കാം, കണ്ണ് കുത്തിപ്പൊട്ടിക്കാം, കുത്തി മുറിവേൽപ്പിക്കുക, എന്ത് വേണോ ചെയ്യാം. അടുത്ത വരി. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. കണ്ടോ? വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ വീണ്ടും വളർത്തിയെടുക്കാം. എൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞാൽ. കണ്ടോ? കർത്താവ് നഷ്ടപ്പെട്ടു. അപ്പാ, ഞാൻ എൻ്റെ ഇന്ന അവസ്ഥകളിലൂടെ പോയപ്പോൾ ആ കൃപ നഷ്ടപ്പെട്ടു. കർത്താവ്, എനിക്ക് ആ കൃപ മടക്കി വേണം എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽക്കാലം മടക്കി തരുവാൻ യേശു മതിയായവനാണ്. സ്നേഹിതരെ, കർത്താവ് മടക്കി തരുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, സകലതും മടക്കി തരും. ലൂക്കോസ് എഴുതിയ വിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന എടുക്കാമോ? നമുക്ക് ലൂക്കോസ് എഴുതിയ വിശേഷം വായിക്കുമ്പോൾ
മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ച് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തു 3-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നാനവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിക്കാമോ? 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരിപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അനന്തരം യേശു യോഹന്നാൻ സ്നാനം ഏൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാന്റെ അടുക്കൽ വരികയാണ്. അടുത്ത വരി. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് വേണ്ടി യേശു അവിടെ നീതി നിവർത്തിക്കുന്നുണ്ടോ സ്നാനത്തിലൂടെ? നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ നാളുകളെല്ലാം സൂമിലൂടെ നീതി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് വേണ്ടി യേശുപ്പച്ചൻ സകല നീതിയും അവിടെ സ്നാനത്തിലൂടെ എന്ത് ചെയ്തു? നിറവേറ്റി. അടുത്തിന് അങ്ങോട്ട് ആ സൂമിലൂടെയുള്ള ധ്യാനത്തിൽ അങ്ങ് പോകുമ്പോൾ മനസ്സിലാവും. അടുത്ത് അവർ വായിച്ചേ. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അടുത്ത് അപ്പോൾ സ്വർഗം തുറന്നു. അപ്പോൾ സ്വർഗം തുറന്നു. അടുത്ത വരി. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, കഴിഞ്ഞ നാളുകളിൽ യേശു ക്രിസ്തു ജനിച്ച അന്ന് മുതൽ ഈ ഭൂമിയിൽ ഈ സ്നാനപ്പെടുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതം ദൈവത്തിന് പ്രസാദമായിരുന്നത് കൊണ്ട് യേശു ക്രിസ്തു സ്നാനമേറ്റ് കരകയറുമ്പോൾ സ്വർഗം തുറന്ന് യേശുവിനെ അഡ്രസ് ചെയ്യാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഇവൻ ഈ ഭൂമിയിൽ വന്ന് മറിയയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പ്രസാദമുള്ളത്. നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് വാക്കി ഒന്നുകൂടെ വായിച്ചേ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാരണം അവൻ ജനിച്ച നാൾ മുതൽ ഈ സ്നാനക്കുളം വരെയും ഈ സ്നാനപ്പെട്ടുമ്പോഴും എൻ്റെ നീതി നിറവേറ്റുകയായിരുന്നു, എൻ്റെ ഇഷ്ടം ചെയ്യുകയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഇവൻ വാക്ക് തെറ്റിച്ചിട്ടില്ല. എൻ്റെ ശബ്ദം ഒരിക്കൽ പോലും കേൾക്കാതിരുന്നില്ല. എൻ്റെ സാന്നിധ്യം ഒരിക്കൽ പോലും അനുഭവിക്കാതിരുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന നിമിഷം മുതൽ ഇപ്പോൾ വരെയും എൻ്റെ സാന്നിധ്യത്തിനകത്താണ്, എൻ്റെ ശക്തിക്കകത്താണ്, എൻ്റെ കൂടെയാണ്. ഞാനും അവനും ഒന്നായി നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവരിൽ പ്രസാദമായി. ഇന്ന് പകൽക്കാലം യേശുവിൽ അങ്ങനെ ഒരു പ്രസാദം പിതാവിന് തോന്നി. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി. അതേ പരിശുദ്ധാത്മാവിനെ ഇന്ന് ആലയത്തിനകത്തിരിക്കുന്ന നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും പകരുവാൻ കഴിവുള്ള സ്വർഗം ഇന്ന് താണിറങ്ങി ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ദാഹമുണ്ട്? കർത്താവേ, എൻ്റെ മേലും അങ്ങയുടെ ശക്തി വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ എൻ്റെ അപ്പച്ച മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ അന്ത്യ നാഴികയിൽ ദൈവശക്തി ഇല്ലാതെ പാപത്തെ ജയിക്കാൻ, ദുഷ്ടനെ ജയിക്കാൻ, ഇരുട്ടിനെ ജയിക്കാൻ, ലോകത്തെ ജയിക്കാൻ, ശത്രുവിനെ ജയിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ എൻ്റെ ജ്ഞാനം കൊണ്ടോ ഒരിക്കലും അതിന് പറ്റത്തില്ല. പക്ഷേ കർത്താവിന് മാത്രമേ ആ ശക്തി എൻ്റെ മേൽ തരാൻ കഴിയത്തുള്ളൂ. കർത്താവേ, അങ്ങയുടെ ശക്തി എനിക്ക് തരണമേ. ഇന്നു മുതൽ ആ ശക്തിയോടെ എനിക്ക് മുന്നോട്ട് ആരൊക്കെ പറയും, കർത്താവ് ഇന്നു മുതൽ ആ കൃപയോടെ, ആ ശക്തിയോടെ, ആ ആത്മബലത്തോടെ, ആ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ എനിക്ക് മുന്നോട്ട് പോകണം. എൻ്റെ മേലും ആ കൃപ തരിക. യേശു ക്രിസ്തു സ്നാനപ്പെട്ട് കരകയറിയപ്പോൾ സ്വർഗം തുറന്നു. ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിനെ പ്രിയ പുത്രനായി പിതാവാകുന്ന ദൈവം കാണുകയാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? വായിച്ചേ. ഉടനെ കയറി, അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അടുത്ത വരി.
ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കണ്ടോ, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അടുത്ത്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ എനിക്ക് പ്രസാദമുണ്ട്. അടുത്ത വരി, സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. അടുത്ത വരി, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. നോക്കിയേ, പരിശുദ്ധാത്മാവെല്ലാം പ്രാപിച്ചു, ശക്തിയെല്ലാം പ്രാപിച്ചു. കണ്ടോ, ശക്തി കർത്താവിൻ്റെ മേലെ ഇറങ്ങി. ശക്തി നമ്മുടെ മേലെ ഇറങ്ങിയാലേ ചില പരീക്ഷകളെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ചില പ്രതികൂലങ്ങളെ, ചില പ്രതിസന്ധികളെ, ചില ഇരുട്ടുകളെ, ചില അന്ധകാര മണ്ഡലങ്ങളെ ഉടയ്ക്കണമെങ്കിൽ, സ്തോത്രം, പാവമില്ലാത്ത യേശുവിന് പരിശുദ്ധാത്മാവ് വേണമായിരുന്നെങ്കിൽ നമുക്ക് എത്ര അധികം പച്ച മരമാകുന്ന യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണമായിരുന്നെങ്കിൽ നമുക്ക് എത്ര അധികം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ശക്തി നമുക്ക് വേണം, ആ കൃപ നമുക്ക് വേണം, ആ ദൈവിക സാന്നിധ്യം നമ്മുടെ അകത്തിറങ്ങണം, ആ അഭിഷേകം നമ്മുടെ അകത്തിറങ്ങണം, ആ ദൈവിക ശക്തി നമ്മുടെ മേൽ ഇറങ്ങണം. നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു മാറ്റം വരണം. കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്ന എല്ലാ ഇരുട്ടിന്റെ പ്രവർത്തികളെയും നമ്മളെ വിട്ട് പോകണം. കഴിഞ്ഞ നാളിൽ ചത്തുകുത്തിയുള്ള എല്ലാ പ്രതിസന്ധികളും നമ്മളെ വിട്ട് മാറി ആത്മാവിന്റെ ബലത്തോടെ എന്ത് ചെയ്യണം? പുറത്തു വരണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ എന്ത് ചെയ്യണം? പുറത്തു വരണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച വരി ഒന്നുകൂടെ വായിച്ചേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അടുത്ത വരി, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില സന്ദർഭങ്ങളിൽ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തും. ശക്തി തന്നിട്ട് നടത്തുന്നത്, കൊണ്ടുപോകുന്ന എന്ത് തന്നിട്ട്? പരിശുദ്ധന്മാരുടെ ശക്തി തന്നിട്ടാ. അപ്പൊ തോൽക്കുമോ? ശക്തി ഉണ്ടെങ്കിൽ തോക്കുമോ? ശിംശോന് തോറ്റ എന്തുകൊണ്ടാ? ശക്തി പോയോണ്ടാ. ശക്തി ഉണ്ടെങ്കിൽ തോക്കുമോ? ഇല്ല. ഹല്ലേലൂയ. ശക്തി ഉണ്ടെങ്കിൽ തോൽക്കത്തില്ല, ശക്തി പോയാൽ തോറ്റുപോകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശക്തി ഉണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ശക്തി പോയാൽ ഏത് വ്യക്തി എന്ത് ചെയ്യാം? തോൽപ്പിക്കാം. യേശുപ്പച്ചനിൽ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയോടെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അടുത്ത വരി വായിച്ചേ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ 40 രാവും 40 പകലും ഉപവസിച്ചു. യേശുപ്പച്ചൻ അവിടെ ഉപവസിക്കുമ്പോൾ ആ കാട്ടിലെ സകല മൃഗങ്ങളും ഒരുപക്ഷെ എവിടെ വന്നിരുന്ന് കാണും. യേശുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്നേഹിതരെ. ദൈവത്തിന് സ്തോത്രം. ആ 40 ദിവസവും എല്ലാ മൃഗങ്ങളും കാട്ടിനകത്ത്, വനത്തിനകത്ത് ഒരുപക്ഷെ യേശുവിൻ്റെ അടുക്കൽ വന്ന് കാണും. പക്ഷെ ഒന്നിനും, ഒരു പെരുമ്പാമ്പിന് ഒരു മനുഷ്യനെ കണ്ടാൽ എന്ത് ചെയ്യും? അതിൻ്റെ വായ് തുറന്ന് കാല് കൈയൊക്കെ വിഴുങ്ങി അകത്താക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട് പെരുമ്പാമ്പ്. പക്ഷേ യേശു കർത്താവിൻ്റെ അടുത്ത് എല്ലാം ഒരുപക്ഷെ വന്ന് കാണും. പക്ഷേ സർവശക്തനാകുന്ന ദൈവത്തെ ആർക്കറിയാം? ഇവയ്ക്കെല്ലാം അറിയാം. ഇവയെല്ലാം കാണുമ്പോൾ പറയും, ഇതാ എന്നെ സൃഷ്ടിച്ച ഒരുവനാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് അവിടെ ഇരിക്കുന്നതെന്ന് സകല ചരാചരങ്ങൾക്കും സകലത്തിനും അറിയാം. ഇന്ന് ഈ ഭൂമിയിലുള്ള സകലത്തിനും അറിയാം തന്നെ സൃഷ്ടിച്ച ദൈവം ആരെന്ന്. പക്ഷെ മനുഷ്യന് മാത്രം കൺഫ്യൂഷനാണ്. മനുഷ്യൻ ശാസ്ത്രത്തെ നോക്കുന്നുണ്ട്, മനുഷ്യനെ നോക്കുന്നുണ്ട്, വേദപുസ്തകം വിശ്വസിക്കുന്നവരുണ്ട്, അന്ധവിശ്വാസികളായി നടക്കുന്നവരുണ്ട്, ദൈവമില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നാൽ ബാക്കിയുള്ള എല്ലാ ചരാചരങ്ങൾക്കും അറിയാം തന്നെ സൃഷ്ടിച്ചതാര്, തൻ്റെ സൃഷ്ടാവാര് എന്ന് സകലത്തിനും അറിയാം. എന്നാൽ മനുഷ്യവർഗത്തിന് മാത്രം, മനുഷ്യരിൽ അനേകർക്ക് ഇന്നും അറിഞ്ഞുകൂടാ ആരാണ് തങ്ങളെ സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത്, ഈ ഭൂമിയിൽ എന്തിനാണ് ആക്കിയിരിക്കുന്നത് എന്ന് അവർക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു കർത്താവിത ആത്മാവിൻ്റെ ശക്തിയോടെ അവിടെ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സകലതും ഒരുപക്ഷെ തൻ്റെ അടുക്കൽ വന്നു കാണും. പക്ഷെ അടുത്ത് വരാൻ പറ്റാതെ ചുറ്റും എന്ത് ചെയ്ത് കാണും? വളഞ്ഞ് അത് മുട്ടുമടക്കി ഇരുന്ന് കാണും. കാരണം എന്താ? താൻ നിൽക്കുന്ന സ്ഥലം യേശുവിൻ്റെ അടുക്കലാകയാൽ, സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ അടുക്കലാകയാൽ അവയ്ക്ക് നല്ലവണ്ണം അറിയാം താൻ ആരുടെ അടുക്കലാണ് ഇരിക്കുന്നതെന്ന്. എല്ലാ ചരാചരങ്ങൾക്കും എന്ത് ചെയ്യാം? അറിയാം. പാട്ടുകാരൻ പാടി, എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ
കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ഡാഡിയുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ഡാഡിയുണ്ട്. ഹല്ലേലൂയ. സകല ചരാചരങ്ങൾക്കും അതത് സമയത്ത് കൊണ്ടുകൊടുക്കുന്ന സർവശക്തൻ അവിടെ മുട്ടുമടക്കി ഇരിക്കുക. ഇവയെല്ലാം വന്ന് എന്ത് ചെയ്യായിരിക്കും? ദൂരെ വന്ന് മാറിയിരിക്കുന്നു. കാരണം എന്താ? അവയ്ക്കറിയാം ഈ കർത്താവ് ആരാണെന്ന്. ഇന്ന് മനുഷ്യർക്കറിയത്തില്ല ഈ കർത്താവ് ആരാണെന്ന്. എന്നാൽ ദൈവത്തെ ബാക്കിയുള്ള സകല ചരാചരങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് 1-ാം അധ്യായം നമുക്ക് എടുക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ, വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ 4-ാം വാക്യം വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. തൊട്ട് മുമ്പ് 2. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗം പിടിച്ചിരിക്കുന്നു. അടിത്തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല. കാള തന്റെ ഉടയവനെയും, 3-ാം വാക്യം, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അപ്പൊ കാള തന്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് യജമാനന്റെ പുൽത്തൊട്ടിയും അറിയാം. കണ്ടോ? മനുഷ്യന് മാത്രം അറിഞ്ഞുകൂടാ. കണ്ടോ? അപ്പച്ചൻ അവിടെ ആ മരുഭൂമിയിൽ അല്ലെങ്കിൽ ആ വനത്തിനകത്ത് എൻ്റെ അപ്പൻ ഇരിക്കുമ്പോൾ അപ്പൻ സൃഷ്ടിച്ച സകലത്തിനും അറിയാം ഇത് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമാണെന്ന് അറിയാം. എന്നാൽ മനുഷ്യന് പലപ്പോഴും അറിയത്തില്ല. അപ്പോൾ ആ സൃഷ്ടികളൊക്കെയും കർത്താവ് സൃഷ്ടിച്ചതൊക്കെയും അവിടെ വന്ന് ഒരുപക്ഷെ മുട്ടുമടക്കി ഇരുന്ന് കാണും സർവശക്തൻ്റെ മുൻപിൽ. ദൈവത്തിന് സ്തോത്രം. അവയുടെ നടുവിൽ സാത്താനും അടുക്കൽ ചെല്ലുകയാണ് പരീക്ഷിക്കുവാൻ. 40 ദിവസം രാത്രി ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ പരിശുദ്ധ ആത്മാവ് തന്നെ പോരുകളെ ഉടയ്ക്കും, പോരാട്ടങ്ങളെ ഉടയ്ക്കും, ശത്രുവിന്റെ മണ്ഡലങ്ങളെ ഉടയ്ക്കും. ഇന്ന് പകൽക്കാലം ശിംശോനെ ആത്മാവ് നടത്തിയെടുത്തില്ല, അയാൾ പരാജയപ്പെട്ടില്ല, ജയിച്ചു. എന്നാൽ പാപത്തിലേക്ക് വീണപ്പോൾ അവൻ പരാജയപ്പെട്ടു, അവനെ ഫെലിസ്ത്യൻ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം ആത്മാവ് എന്നെ നടത്തിയാൽ, ആത്മാവ് നിങ്ങളെ നടത്തിയാൽ, ആത്മാവ് യേശുവിനെ നടത്തി ശത്രുവിനെ ആത്മാവ് പരിശുദ്ധാത്മാവ് തോൽപ്പിച്ചു കളഞ്ഞു. വേദവാക്യം ലൂക്കോസിൽ പറയുന്നു, വായിച്ചേ, ഇപ്പൊ വായിച്ച വാക്യത്തിന് താഴത്തെ വാക്യം വായിച്ചേ. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അടുത്ത വരി. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. കണ്ടോ? മനുഷ്യന് അപ്പം കൊണ്ട്. കർത്താവിന് വിശന്നു എന്നിട്ടും യേശുവിനെ അറിയാം. എടാ, നീയാണ് എനിക്ക് ഭക്ഷണം തരുന്നില്ല, നിന്റെ ഭക്ഷണം എനിക്ക് വേണ്ട. കണ്ടോ? അമ്മേ, വിശക്കുമ്പോൾ നമുക്ക് പലരും ഭക്ഷണം കൊണ്ടുവരും അല്ലേ? അവിടെയും ആത്മാവിൽ വിവേചിക്കണം. യേശുപ്പച്ചൻ ആത്മാവിൽ വിവേചിച്ചു. ആരാ? സാത്താന വന്നെന്ന് പറഞ്ഞ ഭക്ഷണം തരാന്ന്. ഒന്നുകൂടെ വായിച്ച വരി. ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന. ഈ പറഞ്ഞ വാക്ക് സാത്താനാണ് പറഞ്ഞത്. നിന്റെ കർത്താവിന് നല്ലവണ്ണം അറിയായിരുന്നു. കണ്ടോ? ഇന്ന് നമുക്ക് ആത്മാക്കളെ വിവേചിക്കാൻ അറിയുന്നില്ല. ഇത് ഏത് ശബ്ദം? ശത്രു പറയുന്ന ശബ്ദമാണോ, ദൈവം പറയുന്ന ശബ്ദമാണോ തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ പിശാചിനെ കണ്ടു, പിശാചിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രാപിക്കുന്ന മകളെ, പിശാചിന്റെ ശബ്ദം തിരിച്ചറിയണം. അവനെ തിരിച്ചറിഞ്ഞ്, അവനെ കുടഞ്ഞ്, അവൻ തരുന്നത് ഒന്നും വേണ്ട. ആമേൻ, ആമേൻ. ആർക്കൊക്കെ കൃപ വേണം? ആർക്കൊക്കെ ദൈവശക്തി വേണം? കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എനിക്കും ആ ശക്തി വേണം, എനിക്കും ആ കൃപ വേണം, എനിക്കും ആത്മാവിന്റെ വരം വേണം, എനിക്കും അഭിഷേകം വേണം, എനിക്കും ആ ദൈവശക്തി വേണം, എനിക്കും ആ ദൈവകൃപ വേണം, എനിക്കും ആ ദൈവിക അഭിഷേകം വേണം. ദൈവം തരുന്ന ശക്തി എനിക്കും വേണം. ശത്രുവിനെ കാണാം. അവൻ എനിക്കെതിരെ പതിയിരിക്കുന്ന സകല പതിയിരിപ്പ്
വായ്പകളും കാണാൻ, അവന്റെ പദ്ധതികളെ കാണാൻ. പറഞ്ഞ ആരൊക്കെ അഭിഷേകം പ്രാപിക്കും ഇന്നത്തെ പകൽക്കാലം? ആർക്കൊക്കെ ദൈവശക്തി വേണം? കർത്താവിനോട് പറഞ്ഞ, കർത്താവേ അപ്പാ അങ്ങ് കണ്ടല്ലോ കർത്താവേ, അങ്ങനെങ്കിൽ എനിക്കെതിരെയുള്ള ശത്രു മണ്ഡലങ്ങളെ, എന്നെ പാപം ചെയ്യിപ്പിക്കാൻ വരുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ എനിക്ക് ആത്മാവിൽ ദർശിപ്പാൻ എനിക്ക് വേണം അപ്പാ ഒരു കൃപ, എനിക്ക് വേണം അപ്പാ ഒരു ശക്തി. മാത്രമല്ല ആമേൻ, അപ്പം ഉണ്ടാക്കാൻ കൽപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നവന് ഏവനെന്ന് എന്റെ ദൈവത്തിന്റെ ശബ്ദവും ശത്രുവിന്റെ ശബ്ദവും തിരിച്ചറിയാൻ പറഞ്ഞ കർത്താവേ, ശത്രുവും സംസാരിക്കും, ദൈവവും സംസാരിക്കും, മനുഷ്യനും സംസാരിക്കും. പക്ഷെ എനിക്ക് എന്റെ യേശുവിന്റെ സംസാരം വേറിട്ട് തിരിച്ചറിയാൻ, ശത്രുവിന്റെ ശബ്ദം വേറിട്ട് തിരിച്ചറിയാൻ, അവയെ ശാസിക്കാൻ എന്റെ മേലൊരു ശക്തിയെ തരിക. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് കർത്താവിനോട് പറഞ്ഞ് ധൈര്യത്തോടെ പറഞ്ഞ്, കർത്താവ് തരാൻ മതിയായവനാണ്. കർത്താവിനോട് പറയണം, അപ്പച്ച എനിക്കത് വേണം, എനിക്കത് തിരിച്ചറിയണം. എൻ്റെ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ മരുഭൂമിയിൽ പോയെങ്കിൽ അവിടെ ചെന്നപ്പോൾ യേശുവിനെ പരാജയപ്പെടുത്താൻ അന്ധകാര ശക്തി ഇവിടെ വന്നു. അവൻ സംസാരിച്ചു, എന്നാൽ യേശു അവനെ കണ്ടു. അന്ധകാര ശക്തിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. പറഞ്ഞേ, കർത്താവെ ഞാൻ പള്ളി വിട്ട് ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ശത്രു പലപ്പോഴും എന്നോട് സംസാരിക്കും. ഞാൻ അവൻ്റെ വാക്കിൽ വീണു പോകുന്നപ്പാ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദവും ശത്രുവിൻ്റെ ശബ്ദവും എനിക്ക് തിരിച്ചറിയുകയും വേണം. അവൻ്റെ തന്ത്രങ്ങളെ എനിക്ക് തിരിച്ചറിഞ്ഞ് അവനെ തീയിൽ കുടഞ്ഞു കളയാൻ തക്കതായൊരു ശക്തി എനിക്ക് തന്നേ. ഇന്ന് അയക്കാം. പറഞ്ഞേ, തക്കതായൊരു കൃപ എനിക്ക് വേണം. ഇന്ന് ഞാൻ വന്നതുപോലെ പോകല്. ഇതുവരെ ഞാൻ ഈ സിംസനെ പോലെ ശക്തി പോയതറിയാതെ പലയിടത്തും പരാജയപ്പെട്ട് കർത്താവ് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് മാവ് പൊടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇരിക്കുകയാണപ്പാ. എന്നാൽ ഇന്ന് എനിക്ക് മടങ്ങി വരണം, ശക്തിയോടെ മടങ്ങി വരണം, കൃപയോടെ മടങ്ങി വരണം, അഭിഷേകത്തോടെ മടങ്ങി വരണം. യേശുവേ, എന്നെയും കൂടെ എൻ്റെ കണ്ണുകളൊന്ന് തുറപ്പിക്കണമേ. ആ ജീവനെ, ആ ശക്തിയെ എൻ്റെ അകത്ത് തരണം. നോക്കിയേ, യേശുവിന് വിശന്നില്ലേ? നമുക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഭക്ഷിക്കാമെന്ന് ചിന്തിക്കത്തില്ലേ? എന്ത് കിട്ടിയാലും മതിയെന്ന് ചിന്തിക്കത്തില്ലേ? ഹല്ലേലൂയ. മുമ്പ് ചില വർഷങ്ങൾക്ക് ഇപ്പോഴല്ല, ഈയിടയ്ക്കല്ല, ഈ കോവിഡിനൊക്കെ മുമ്പ് സ്വത്രം കൺവെൻഷന് പല സ്ഥലങ്ങളിൽ പോകും ഞങ്ങൾ. സ്വത്രം അന്ന് ഇന്നത്തെ പോലെ ഇത്രയും ആൾക്കാർ കൺവെൻഷൻ വരാനില്ല. ഞങ്ങൾക്ക് ഒരു ബാച്ച് അങ്ങനെ പോകുമ്പോൾ കുറച്ച് പേരെ കാണത്തുള്ളൂ. പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ സ്വത്രം എനിക്ക് പ്രത്യേകിച്ച് ചില ഫുഡുകളെ ഞാൻ കഴിക്കത്തുള്ളൂ, വല്ല ദോശയോ എന്തെങ്കിലുമൊക്കെ എനിക്ക് അതേ പറ്റൂ. ദൈവത്തിന് സ്വത്രം. പക്ഷെ ചിലയിടത്ത് പോകുമ്പോൾ രാത്രി ആകുമ്പോൾ ഒന്നും അവിടെ എനിക്കിഷ്ടമില്ലാത്തതേ കാണും. അപ്പം എന്ത് കിട്ടിയാലും മതിയെന്ന് എനിക്ക് തോന്നില്ല. എന്ത് കിട്ടിയാലും മതിയെന്ന് തോന്നില്ല. നമുക്ക് വിശക്കുമ്പോൾ സഹിക്കാൻ പറ്റാൻ തളർന്നു പോകുമ്പോൾ എന്ത് കിട്ടിയാലും മതിയെന്ന് തോന്നും. അത് കഴിക്കും. ദൈവത്തിന് സ്തോത്രം. അത് തീരെ നിർവാഹമില്ലെങ്കിൽ കഴിക്കത്തുള്ളൂ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്ത് കിട്ടിയാലും മതിയെന്ന് തോന്നും, ഞാൻ കഴിക്കും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവിന് വിശന്നപ്പോൾ എന്ത് കിട്ടിയാലും മതിയെന്ന് യേശുവിന് തോന്നിയില്ല. കർത്താവ് നോക്കി അതാരാണ് ഈ അപ്പവുമായിട്ട് അപ്പത്തിൻ്റെ റൂട്ട് പറഞ്ഞു തരാൻ വന്നവനെന്ന് എൻ്റെ യേശു കണ്ടെത്തി അവനെ ശാസിച്ചു. അവനോട് മറുപടി കൊടുത്തെന്താ? എടാ, ഞാൻ 40 ദിവസം ഉപവസിച്ചെന്നുള്ളതൊക്കെ ശരിയാ, എനിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷെ നീ പറയുന്ന റൂട്ടിലൂടെയുള്ള അപ്പം എനിക്ക് വേണ്ട. ഞാൻ ദൈവം തന്നെയാടാ. എനിക്ക് പറഞ്ഞാൽ മതി, അപ്പം കയ്യിൽ വരും. പക്ഷേ എനിക്ക് ആ റൂട്ടിലുള്ള, നീ പറയുന്ന റൂട്ടിലുള്ള അപ്പം വേണ്ട. എനിക്ക് കർത്താവിൻ്റെ വചനമെന്ന അപ്പം. വായിച്ചേ വരി വായിച്ചേ. വരി വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് കണ്ടോ? എടാ, നീ എൻ്റെ അപ്പം കിട്ടിയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ ദൈവത്തിന്റെ വായിലൂടെ വരുന്ന വചനം ഉണ്ടല്ലോ. ഹല്ലേലൂയ. ആർക്കൊക്കെ വേണം? ഓഹോ, ആമേൻ ആമേൻ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, പിന്നെ നിത്യജീവങ്ങൾ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ വാഞ്ചിപ്പീൻ. നശിച്ചു പോകുന്ന ആഹാരമല്ല, അല്പം ബലം തരുന്ന ആഹാരമല്ല. ശത്രു തരുന്നത് അല്പം ബലം തരുന്ന ആഹാരത്തിന്റെ റൂട്ട് അവൻ പറഞ്ഞു കൊടുക്കാൻ വന്ന്. എന്നാൽ യേശു പറഞ്ഞു, എടാ, ഇവിടെ മാത്രമല്ല ബലം, സ്വർഗത്തിലും ബലം തരുന്ന ഒരു ആഹാരം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. അതെന്റെ യേശുവിന്റെ വായിലൂടെ വരുന്ന വചനമാണ്. ഇന്ന് പകൽക്കാലം ആ വചനം എൻ്റെ നിങ്ങളുടെ അകത്ത് ഇറങ്ങിയാൽ, ശത്രുവിന്റെ പോരുകളെ ഉടക്കാൻ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടക്കാൻ, ദുർഭൂതങ്ങളെ തകർത്ത് മാറ്റാൻ, കുടുംബ തലങ്ങൾക്കകത്ത് മുന്നോട്ട് വിടുകയില്ലെന്ന് അവകാശം പറയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ വഴി മാറണമെന്ന് പറയാൻ. ദൈവശക്തിയിൽ നിറയുക. യേശു നമ്മുടെ നടുവിലുണ്ട്, സർവശക്തൻ നമ്മുടെ നടുവിലുണ്ട്. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അവിടെ ഇത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. യെശയ്യാ അലറി വിളിച്ചു, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ളവൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ നമ്മുടെ ആലയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചില വ്യക്തികളെ തൊടാൻ, ചില വ്യക്തികളെ ശക്തീകരിക്കാൻ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരാക്കി പുറത്തെടുക്കാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിനെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട ഒരാളാക്കി പുറത്തെടുക്കണം? ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ സംസാരിപ്പാൻ, ആത്മാവിൽ വചനം വായിപ്പാൻ, ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ, ആത്മാവിന്റെ കൃപയോടെ മുന്നോട്ട് നിൽക്കുവാൻ. കർത്താവ് എന്നെ ആ ശക്തിയാൽ നിറയ്ക്കണമേ. എൻ്റെ യേശു ശത്രുവിനെ കണ്ടു, എൻ്റെ യേശു ശത്രുവിന്റെ വഴി കണ്ടു, എൻ്റെ യേശു അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം സ്നേഹിതരെ, ഈ ആരാധനയ്ക്കകത്ത് എനിക്കും നിങ്ങൾക്കും അവന്റെ ശബ്ദം തിരിച്ചറിയേണ്ട കൃപ കിട്ടിയേ തീരൂ. അവൻ തരുന്ന ആഹാരമാണെന്നും തിരിച്ചറിയണം. അവൻ തരുന്നതും ദൈവം തരുന്നതുമായ ആഹാരം തിരിച്ചറിയണം. അതിന് ദൈവം ഒരു ശക്തി തന്നാലേ പറ്റൂ. അവൻ നടത്തുന്ന വഴി തിരിച്ചറിയണം. അതിനൊരു ശക്തി തന്നാലേ പറ്റൂ. കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെതാണോ സാത്താൻ്റെതാണെന്ന് അറിയണമെങ്കിൽ ഒരു ശക്തി കിട്ടിയേ തീരൂ. അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ ശബ്ദത്തിൽ നടന്നു പോകും. വിശാലമായ പാതയിലൂടെ നടക്കും. നമുക്ക് തോന്നും നമ്മൾ നടക്കുന്നത് ശരിയായ പാതയിലൂടെയാണെന്ന്. പക്ഷെ ആത്മാവിനെ വിവേചിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നാൽ അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയും. നമ്മൾ തിരിച്ചറിയും. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിപ്പിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ് കുടഞ്ഞു കളഞ്ഞ് ഓടാൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു അവിടെ ആത്മാവിന്റെ ശക്തിയോടെ പോയെ. എങ്ങനെ പോയെ? ആത്മാവിന്റെ ശക്തിയോടെ പോയെ. അടുത്ത വരി വായിച്ചേ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി. ആണോ? രണ്ടാമത്തെ പരീക്ഷ. വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി. അടുത്ത വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്റെ മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം എന്ന് പറഞ്ഞു. അടുത്ത് യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിന് എന്ത് ചെയ്യല്ലേ? കണ്ടോ, രണ്ടാമത്തെ റൂട്ട്. നമ്മളെ എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. നമുക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് പ്രതികരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഒരാൾ സംസാരിച്ചാൽ എൻ്റെ മറുപടി എങ്ങനെ കൊടുക്കണമെന്ന് അറിയത്തില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിപ്പീൻ, കോപത്തിനും താമസമുള്ളവരായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കേൾപ്പാൻ വേഗത വേണം, പറയാൻ താമസം വേണം. നമ്മളൊക്കെ പലപ്പോഴും ആത്മാവില്ലെങ്കിൽ എടുത്തങ്ങ് ചാടും. ആരുടെ ചാട്ടമായിരിക്കും? ശത്രുവിൻ്റെ ഒരു ചാട്ടമായിരിക്കും. ഞാൻ ഇപ്പം കാണിച്ചു തരാം, എനിക്കെല്ലാം അറിയാമെന്നോ ഞങ്ങൾ എടുത്ത് ചാടും. കർത്താവ് അങ്ങനെ അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ വരി ഒന്നുകൂടെ വായിച്ചേ. തൊട്ട് മുമ്പ് ചാടാൻ പറയും, ചില കാര്യം സംസാരിക്കാൻ പറയും, ചിലത് എടുത്ത് ചാടി ചെയ്യാൻ പറയും. ദൈവം ഏൽപ്പിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. ദൈവം ഏൽപ്പിച്ചതല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഏൽപ്പിക്കാത്ത കാര്യം ചെയ്യാൻ പറയും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, താണിരിക്കണം. ദൈവം ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കട്ടെ, താണിരുന്ന് കൊടുക്കണം. നമ്മളായിട്ടൊന്നിനും ചാടി കർത്താവിൻ്റെ ഗീതമാകുമ്പോൾ കർത്താവ് ഓരോന്നായിട്ട് നിറച്ച് അതിൻ്റെതായ നിലവാരത്തിൽ ദൈവം കർത്താവിൻ്റെ കയ്യിലിരിക്കണം. കർത്താവ് ഉപയോഗിക്കട്ടെ, കർത്താവ് പ്രയോജനപ്പെടുത്തുക. കർത്താവിന് ഇഷ്ടമാണെങ്കിൽ കർത്താവ് ചെയ്യട്ടെ. അതിന് കർത്താവിൻ്റെ കരുത്തിലങ്ങ് ഇരുന്ന് കൊടുക്കുക. ബാക്കിയെല്ലാം ദൈവം ചെയ്യും. നമ്മൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എടുത്തങ്ങ് ചാടും. ചാടുന്നതെന്ന് സംഭവിക്കും നമുക്കറിയാലോ. എടുത്തങ്ങ് ചാടും. കർത്താവായ യേശു ക്രിസ്തുവിനോടും ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ യേശുപ്പന് അറിയാം പിശാചിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ശബ്ദവും യേശുവിനെ അറിയാമായിരുന്നു. യേശു തക്ക മറുപടി. ഒന്നുകൂടെ ആ വരി വായിച്ചേ. ആ വരി ആഴത്തിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അടുത്ത വരി ആ വരി ഒന്നുകൂടെ വായിച്ചേ. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം. ഇതെല്ലാം ബൈബിളിലെ വരിയല്ലേ, വാക്യമല്ലേ, പഴയ നിയമത്തിലെ വാക്യമല്ലേ? അതെ, കണ്ടോ? വാക്യം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? തെറ്റിച്ച് കളയും. അപ്പോൾ ഈ ബൈബിളിലെ വാക്യം പോലും പറഞ്ഞ് ശത്രു നമ്മളെ തെറ്റിക്കാൻ വന്നാൽ അവൻ വാക്യം കൊണ്ടുവരുമ്പോൾ വാക്യം കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നൂല്ലേ? വാക്യം കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ലേ? വാക്യം ബൈബിളിലുള്ളല്ലേ? അതെ, അവൻ ഈ വാക്യം കൊണ്ടാണ് വരുന്നത്. പക്ഷേ അവിടെ ശത്രുവാണോ പറയുന്നത് ദൈവമാണോ പ്രസംഗിക്കുന്നത് അറിയണമെങ്കിൽ കർത്താവ് അങ്ങനെ ഒരു കൃപ തരണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
കർത്താവ് ഒരു കൃപ തന്നാലേ അവിടെ ഈ വരി ബൈബിളിലെ വാക്യം സംസാരിച്ചത് ദൈവമാണോ ശത്രുവാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്ത് വേണം? കർത്താവിൻ്റെ കൃപ വേണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ എടുത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് അതിലൂടെ യാത്ര ചെയ്തു, പലതവണ യാത്ര ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് നടന്ന അപ്പോസ്തലനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യായിരുന്നു? കളിയാക്കുമായിരുന്നു അല്ലേ? കളിയാക്കുമ്പോൾ 17-ാം വാക്യം വായിച്ചേ, 16-ഉം 17-ഉം വായിച്ചേ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. അടുത്ത് അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. വചനമല്ലേ പറഞ്ഞേ? വചനാണോ അല്ലേ പറഞ്ഞേ? വചന പറഞ്ഞേ. അടുത്ത വരി. രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടോ? സത്യമല്ലേ പറഞ്ഞേ? അപ്പോസ്തലന്മാരെ കുറിച്ച് സത്യമല്ലേ പറഞ്ഞേ? സത്യം പറഞ്ഞേ. പക്ഷേ അപ്പോസ്തലനെ തിരിച്ചറിയാം ഈ പറഞ്ഞ ആത്മാവേത്, വചനോ പറഞ്ഞേ, സത്യോ പറഞ്ഞേ. അപ്പൊ പിശാചിന് നല്ല രീതിയിൽ വചനം പ്രസംഗിക്കാൻ അറിയാം. കണ്ടോ? പക്ഷെ അവിടെയും വചനപ്രസംഗത്തിലൂടെയും നമ്മളുടെ അടുക്കൽ വരുമ്പോ ശത്രുവാണോ നമുക്ക് ആലോചന തരുന്നതെന്ന് ആരറിയണം? നമ്മൾ അതിനെന്ത് വേണം? കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തൻ സാന്നിധ്യം അതുണ്ടെന്നവൻ ചൊന്നതല്ലയോ, അന്നു ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ടൻ അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹര മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. ഹല്ലേലൂയ. യേശുവിനെ കണ്ടു പാടിയാൽ കീബോർഡ് നിന്നാലും കരണ്ട് നിന്നാലും, ഞാൻ പ്രാർത്ഥിച്ചാലും, ഞാൻ പ്രസംഗിച്ചാലും, ഞാൻ പാടിയാലും, ഞാൻ കീബോർഡ് വായിച്ചാലും, കീബോർഡ് ശ്രദ്ധിച്ചാലും, എന്തൊക്കെ ചെയ്താലും അതിൻ്റെ നടുവ് എൻ്റെ പ്രാണപ്രിയനെ കണ്ടുകൊണ്ടാണ് ഞാൻ ആരാധിച്ചാൽ എനിക്ക് കീബോർഡ് വിഷയമല്ല, അടുത്തിരിക്കുന്ന ആൾ കൈയടിക്കുന്നത് വിഷയമല്ല, അടുത്തിരിക്കുന്ന ആൾ പാടുന്ന വിഷയമല്ല, കറണ്ട് പോയത് വിഷയമല്ല, അവിടുത്തെ കാലാവസ്ഥ വിഷയമല്ല, എനിക്ക് എൻ്റെ യേശുവാണ് വിഷയം.
എൻ്റെ നമുക്കൊരു ആർത്തി വേണം, എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കാനും എൻ്റെ അപ്പൻ്റെ കൃപ പ്രാപിക്കാനും. സ്തോത്രം. നമുക്കൊരു ആർത്തി ഉണ്ടെങ്കിൽ, അല്ലാതെ വേറെ ഒരാളിനും സ്തോത്രം. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ധ്യാനിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് ശക്തമായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ജന്മനാ മുടന്തനായ ഒരുത്തൻ ആ അപ്പോസ്തലന്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നു, അല്ലേ? സ്തോത്രം. വചനം കേട്ടോണ്ടിരുന്നപ്പോൾ അവന്റെ വിശ്വാസം ആര് കണ്ടു? അപ്പോസ്തലൻ കണ്ടു. അപ്പോസ്തലൻ നോക്കിയപ്പോൾ അവൻ അവിടെ ഇരുന്ന് അനങ്ങിക്കൊണ്ടിരിക്കുക. അവൻ അവിടെ ഇരുന്ന് അനങ്ങി ചാടി എഴുന്നേൽക്കാൻ നോക്കിയേ. ഹല്ലേലൂയ. 14 അപ്പോസ്തല പ്രവൃത്തി 14 8, 9, 10 വാക്യം വായിക്കുമ്പോൾ, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെ ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടോ, വിശ്വാസമുണ്ടെന്ന് കണ്ടു. കാരണം എന്താ? അവൻ ജന്മന മുടന്തനാണ്. പക്ഷേ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ അവൻ ചലിക്കുന്നുണ്ട്. അവൻ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. അവൻ അകത്ത് വെമ്പലോടെ, ഇന്ന് ഈ വചനം എന്നെ എഴുന്നേൽപ്പിക്കും, ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ ചാടി എഴുന്നേൽക്കും, ഇതുവരെ എന്നെ ഇരുത്തിയ ഇരിപ്പ് വിട്ട് ഞാൻ എഴുന്നേൽക്കുമെന്ന് അവൻ്റെ അകത്തളങ്ങളിൽ അവനൊരു വിശ്വാസം വന്നത് അപ്പോസ്തലൻ കണ്ടു. നമ്മളെ വിശ്വാസം കണ്ടോ? കീബോർഡ് നിന്നപ്പോൾ കയ്യടിയും, കീബോർഡ് നിന്നപ്പോൾ പാട്ടും, കീബോർഡ് നിന്നപ്പോൾ കറണ്ട് പോയപ്പോൾ നമ്മളെ കറണ്ട് അതിനേക്കാൾ മുമ്പേ ഇവിടെ തീരുമ്പേ നമ്മൾ നിന്നു. ചിലർ കണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കറണ്ട് പോയി ഉടനെ മൈക്ക് കാത്തിട്ട് കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കും. കാരണം എന്താ? അവർ കറണ്ടിലും മൈക്കിലും ആശ്രയിച്ച് ദൈവത്തെ അല്ല അവർ കാണുന്നത്. ദൈവത്തെ കണ്ടാൽ കറണ്ട് അല്ല വിഷയം. പാടിക്കൊണ്ടിരിക്കുന്നു. നീ പാടുന്നത് യേശുവിനെ നോക്കിക്കൊണ്ടത്രേ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 അങ്ങേക്കു തുല്യനായി ആരും ഇല്ല, അങ്ങല്ലാതെ ദൈവമില്ല, അങ്ങയെ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേള കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും കാക്കുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയ്ക്കു തുല്യൻ ആരും ഇല്ല, അങ്ങല്ലാതെ ദൈവമില്ല, അങ്ങയെ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനെ കണ്ട് കർത്താവിന് പ്രസാദമായ രീതിയിൽ ആത്മാവിൽ നിറഞ്ഞാണ് പാടുന്നതെങ്കിൽ എൻ്റെ അപ്പം താണിറങ്ങി വന്നിരിക്കും.
ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത്രക്കും മനസ്സിലായി സ്നേഹിതരെ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ വേറെ ഒന്നും നോക്കല്ലേ, കറണ്ട് നോക്കല്ലേ, ക്ലൈമറ്റ് നോക്കല്ലേ, പിന്നെ കീബോർഡ് നോക്കല്ലേ, അടുത്തിരിക്കുന്ന ആളിനെ നോക്കല്ലേ, നമ്മൾ ആത്മാവിൽ നിറഞ്ഞങ്ങ് ആരാധിക്കുക. ഹല്ലേലൂയ. അവിടെയാണ് ദൈവം നമ്മൾ തൊടുന്നതും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതും ദൈവം നമ്മളെ ശക്തീകരിക്കുന്നതും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതും പുതുകൃപയാൽ നിറയ്ക്കുന്നതും എല്ലാം അവിടെയാണ്. ഇവിടെ ഇതാ ഒന്നാമത് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവനാണ് ആഹാരം തരുന്നതെന്നറിഞ്ഞു. അവൻ പറഞ്ഞ ആലോചന എനിക്ക് വേണ്ട, അവൻ തരുന്ന ശബ്ദം എനിക്ക് വേണ്ട, എൻ്റെ ദൈവം അതിനെ കുടങ്ങി കളഞ്ഞു. അവൻ അവിടെ തോറ്റു. രണ്ടാമത് യേശുവിനെ അടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്ത് ചാടാൻ കൊണ്ടുപോയി. അവിടെയും യേശുവിന് മനസ്സിലായി ഇവൻ ചാടാൻ പറഞ്ഞത് പിശാചാണ്. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഇവിടെ ഇതാ അപ്പോസ്തലനാകുന്ന പൗലോസ് കർത്താവിന്റെ കൃപ പ്രാപിച്ചവൻ, കർത്താവിന്റെ ശക്തി പ്രാപിച്ചവൻ, ആത്മാവിൽ നിറഞ്ഞവൻ, ദൈവശക്തിയിൽ നിറഞ്ഞവർ, ദൈവകൃപയിൽ നിറഞ്ഞവർ, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞവർ, ദൈവിക അഭിഷേകത്തിൽ നിറഞ്ഞവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ ഭക്തനാകുന്ന മനുഷ്യൻ അവിടെ കൂടെ പോകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് 16-ാം അധ്യായത്തിനകത്ത് പല തവണ അവർ സംസാരിച്ചു. ആ സഹോദരി സംസാരിച്ചു. എന്താ സംസാരിച്ചേ? സത്യവും കാര്യമാണ് സംസാരിച്ചേ. അപ്പോസ്തലൻ ആരാണോ അത് തന്നെയാണ് സംസാരിച്ചത്. പിശാചിന് നല്ലവണ്ണം അറിയാം ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാം. നോക്കിയേ, പിശാചിന് നല്ലവണ്ണം അറിയാം ഈ പോകുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാം. ഓ, നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ നിന്നെ നല്ലവണ്ണം അറിയാം ആരാണെന്നറിയാം. നിന്റെ അകത്തുള്ള അധികാരം എന്തെന്നറിയാം. നീ തീയാണെന്നറിയാം. നീ ഒരു വിശുദ്ധ പൈതലാണെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കുന്ന മകനാണെങ്കിൽ മകളാണെങ്കിൽ, മറ്റാർക്കും നിന്നെ വെളിപ്പെട്ടില്ലെങ്കിലും അവൻ ഒന്നാമത് വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ശത്രുവിന് വെളിപ്പെട്ടു. ഇത് ആരാന്ന് വായിച്ചേ? അവരെ ഒന്നുകൂടെ വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചേ. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. നോക്കിയേ, അപ്പോസ്തലൻ ഈ സഹോദരിയെ കണ്ടില്ല, പക്ഷെ സഹോദരിൽ പറഞ്ഞവനെ കണ്ടു. മനസ്സിലായോ? അപ്പോസ്തലൻ സഹോദരിൽ പറഞ്ഞവനെ കണ്ടു. അതിനു വേണ്ടി ദൈവം ശ്രദ്ധിച്ചേ. അടുത്ത വരി വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ വരി. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത വരി. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി. പല നാൾ വന്നപ്പോഴും അപ്പോസ്തലൻ അറിയാം ഇവളിൽ ഇരിക്കുന്നത് ദൈവമല്ല. ഉണ്ടോ? അപ്പോൾ വചനം പ്രസംഗിക്കുന്ന അനേകരിൽ വചനം ദൈവം അല്ലാതെയും പ്രസംഗിക്കാൻ പറ്റും. നമ്മൾ വീണു പോകരുത്. ദൈവം അല്ലാതെ ആലോചന പറയും, ദൂത് പറയും, നീ ഇങ്ങനെ ആവും, നീ അങ്ങനെ ആവും, നീ അപ്പടിയാവും ഇപ്പടിയാവും എന്നൊക്കെ പറയും. പരിശുദ്ധാത്മാവിലും പറയാം, അല്ലാതെയും പറയാം. പക്ഷേ അത് ആത്മാവിലാണോ എന്നുള്ളത് എപ്പോഴും വിവേചിച്ചോളണം. നമ്മളെ ആ ദൂതിലൂടെ, വിശാല വഴിയിലൂടെ വിടുന്ന ദൂതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം പുതിയ നിയമത്തിൻ്റെ ദൂതല്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കൂലെന്ന് എനിക്കറിഞ്ഞൂടാ. വിശാലമായ വഴിയിലൂടെ നമ്മളെ കടത്തിവിടുന്ന ആലോചനയും ദൂതും പ്രവചന സത്യങ്ങളും ആണെങ്കിൽ ഞാൻ പറയാം ആ ദൂത് കർത്താവ് തന്നെയാണോ സംസാരിച്ചെന്ന് ആത്മാവിൽ വിവേചിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു എപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്ന ഇടുക്ക് വഴിയിലൂടെയാണ്. ക്രിസ്തു നടന്ന വഴിയിലൂടെ കൊണ്ടുപോകൂ. കർത്താവ് കൊണ്ടുപോകുന്ന വഴി അവിടെ കൂടെ കൊണ്ടുപോകൂ. അതാണ് 100% കറക്റ്റ്. അവിടെ കൂടെ കൊണ്ടുപോയി ഉടച്ച് പണിത് കുശവന്റെ കയ്യിലെ കളിമൺപാത്രം ഉടഞ്ഞാലും അതിനെ സൂചിക്കുഴയ്ക്ക് അകത്തുകൂടെ കടത്തി വിടത്തക്ക നിലവാരത്തിലുള്ള ഒരു പാത്രമാക്കി ഇടുക്കുവാതിലൂടെ കൊണ്ടുപോയി പണിത് ദൈവം പുറത്തെടുക്കും. ഹല്ലേലൂയ. അപ്പോൾ സത്യസന്ധമായ കണ്ടോ, നമ്മളോടാണെങ്കിൽ ഇത് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് വെളിപ്പെടും ഇത് ദുഷ്ടാത്മാവാണ് പറഞ്ഞതെന്ന്. ഇത് അതിന് വേറെ ഒന്നും ഒരു ദൂതല്ല പറഞ്ഞത്, ഒരാലോചനയല്ല പറഞ്ഞത്, വിശാല സ്ഥലത്തൂടെ വിടുന്ന വരിയല്ല പറഞ്ഞത്. പിന്നെ എന്തോന്നാ? ഒന്നുകൂടെ വായിച്ചേ. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെ പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. വേറെ ഒന്നും പറഞ്ഞില്ല. അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു, കർത്താവിന്റെ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ഇത്രേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും അവരെന്ത് ചെയ്തില്ല, വേറെ ഒന്നും അവർ പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞത് അത്രയും വിശാല വഴിയിലൂടെ വിടുന്നതല്ല. പെട്ടെന്ന് ഈ പ്രവചനം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഒരു കൃപ നമുക്ക് തന്നാൽ മാത്രമേ ഇങ്ങനെ ഉള്ളത് പിശാചാണോ പറഞ്ഞെന്ന് കാണാൻ പറ്റൂ. അപ്പം അതിനൊരു കൃപ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് ചാടൂല്ലേ? ചാടാന്ന് പറഞ്ഞാൽ ചാടിയിരിക്കും. എനിക്ക് ദൂത് കിട്ടിയതാണ്, എനിക്ക് ആലോചന കിട്ടിയതാണ്, ഇങ്ങനെ പറഞ്ഞതാണ്, സത്യം തന്നെയാണ്, നമ്മൾ എടുത്ത് ചാടും. പക്ഷേ യേശുക്രിസ്തു എടുത്ത് ചാടിയില്ല. യേശുക്രിസ്തു ആത്മാവിനെ വിവേചിച്ചു.
വായിച്ച അടുത്ത വരി ഇവിടെ, ഇപ്പൊ വായിച്ചതിന്റെ അപ്പോസ്തലപ്രവൃത്തി അടുത്ത വരി ഇവിടെ വായിച്ചേ. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ട് നീങ്ങിപ്പോയി. ഹല്ലേലൂയ. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ട് നീങ്ങിപ്പോയി. ഹല്ലേലൂയ. കണ്ടോ, ശത്രുവിൻ്റെ മണ്ഡലമായിരുന്നു അപ്പോസ്തലനോട് പ്രസംഗിച്ചത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ദൈവദാസൻ ശക്തിയോടെ പറഞ്ഞപ്പോൾ അത് അവരെ വിട്ട് എന്ത് ചെയ്തു സ്നേഹിതരെ? നീങ്ങിപ്പോയി. പരീക്ഷണം. വീണെന്നെ നമസ്കരിച്ച മുഴുവനും കാണിച്ചു കൊടുത്തു. വീണ ഒന്ന് നമസ്കരിച്ച മതി, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഇല്ലേ? സ്തോത്രം. പ്രവചിക്കുമ്പോൾ അത് ഇത് മറ്റതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം. ലോകത്തോടുള്ള ഒരു ബന്ധത്തിലാണ് ഇതെല്ലാം കേൾക്കുന്നതെങ്കിൽ എങ്ങനെ ഒരു മണവാട്ടിയാകുന്നതിനേക്കാൾ ഉപരി എൻ്റെ ജഡത്തെ പൊക്കിച്ച് കാണിക്കാൻ എനിക്ക് തരുന്ന ദൂതുകൾ ഞാൻ എപ്പോഴും വിവേചിക്കണം. ക്രിസ്തുവിനെ പോലെ ആകുന്നതിലപ്പുറമുള്ള ദൂതുകൾ ഞാൻ എപ്പോഴും വിവേചിക്കണം. സ്തോത്രം. എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. ഇത് അംഗീകരിച്ച ആളുമില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവിനെ പോലെ എന്നെ കൊണ്ടെത്തിക്കുന്ന ദൂതുകൾ 100% കറക്റ്റാണ്. അതും ഇവിടെ ഇതാ വെളിച്ചപ്പാടത്തി പറഞ്ഞില്ലേ, ഇതുപോലെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് ഒരിക്കലും പറ്റില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് മുഴുവനും കൊടുക്കാം, മുഴുവനും പേരും പ്രശസ്തിയാണ് ശത്രു കാണിച്ചു കൊടുത്ത മൂന്നാമത്തെ തന്ത്രം. അപ്പോൾ ഒന്നാമത്തെ തന്ത്രത്തിൽ അവനെ ഉടച്ചു, രണ്ടാമത്തെ തന്ത്രത്തിൽ ഉടച്ചു, മൂന്നാമത്തെ തന്ത്രത്തിൽ എല്ലാം കാണിച്ചു കൊടുത്ത് വീഴ്ത്താമെന്ന് ചിന്തിച്ചു. നിനക്ക് അങ്ങനെയുണ്ട്, നീ ഇങ്ങനെയാകും, നീ അപ്പടിയാകും, നീ ഇപ്പടിയാകും, നീ അവിടെ കൂടെ പോകും, നീ ഇപ്പോൾ ഇന്നടത്തൂടെ പോകും, നീ അപ്പുറത്തൂടെ പോകും, ഇപ്പുറത്തൂടെ പോകും, ഇങ്ങനെയൊക്കെയുള്ള കേൾക്കുമ്പോൾ സ്വത്ര നമ്മൾ യേശുവിനെ മാത്രം നോക്കണം. ശമരിയ സ്ത്രീക്ക് വേണ്ടി യേശു ക്രിസ്തു ഒറ്റ ആളിന് വേണ്ടി പോയതോർക്കണം. സക്കായിക്ക് ഒറ്റ ആളിന് വേണ്ടി സക്കായിയുടെ ചുവട്ടിൽ നിന്ന് യേശുവിനെ നോക്കണം. നിങ്ങൾ നോക്കണം. സ്വത്രം. യേശു ക്രിസ്തു ആത്മാവിൽ നിറച്ച് ഫിലിപ്പോസിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഒറ്റ മനുഷ്യനെ സ്നാനപ്പെടുത്താൻ വേണ്ടി. കണ്ടോ, ദൂതുകൾ, എല്ലാ ദൂതുകളും നമ്മളുടെ മുമ്പിൽ വരും. ആത്മാവിനെ വിവേചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്നേഹിതരെ, നമ്മൾ എടുത്തു ചാടും, നമ്മൾ നമസ്കരിക്കും, നമ്മൾ വീണുപോകും. ശുശ്രൂഷ മണ്ഡലത്തിനകത്തും അങ്ങനെ തന്നെ. ഞാൻ അതുകൊണ്ടാണ് ഇതുകൂടെ ഈ വചനം കൂടെ എടുത്തു തന്നത്. സ്തോത്രം. ശുശ്രൂഷ മണ്ഡലത്തിനകത്തും നമ്മളെ പൊക്കിവിടുന്ന കുറേ ആലോചനകളും ദൂതുകളും തരുമ്പോൾ ഞാൻ പറയാം, സ്തോത്രം, അതിൽ ആത്മാവ് സംസാരിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നാൽ അവയെ നമ്മൾ തിരിച്ചറിയും, അവയിൽ നമ്മൾ ജയം പ്രാപിക്കും, അവയിൽ നമ്മൾ ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് കർത്താവിൻ്റെ കൃപ വേണം, എനിക്ക് ചിലത് വിവേചിക്കുവാൻ, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് കേൾക്കുന്ന കാര്യങ്ങൾ എനിക്ക് വിവേചിക്കണം. ഒന്ന്, കർത്താവേ അപ്പ എനിക്ക് വിശക്കുമ്പോഴും എൻ്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ശത്രു ചില ഓഫറുമായി ഈ കല്ലിനെ അപ്പമായി തീരുവാൻ പറയുമ്പോൾ ആ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ എനിക്കൊരു കൃപ വേണപ്പാ. നീ എടുത്തു വെച്ച് ചാട്, ദൂതന്മാർ നിന്നെ സൂക്ഷിക്കുമെന്ന് എനിക്ക് ആലോചന വരുമ്പോൾ കർത്താവേ ഇത് പിശാചാണ് പറയുന്നത് കാണാൻ എനിക്കൊരു കൃപ തരണമേപ്പാ. എന്നെ സകലതും കാണിച്ചു തന്നിട്ട് ആത്മീക മണ്ഡലത്തിന്, ആത്മീക ഗോളത്തിനകത്താകട്ടെ, ഭൗതിക മണ്ഡലത്തിനകത്താകട്ടെ, പള്ളിക്കകത്താകട്ടെ, ശുശ്രൂഷ മേഖലകൾക്കകത്താകട്ടെ, ശത്രു എന്നോട് സംസാരിക്കുന്ന ദൈവഹിതമല്ല സംസാരിക്കുന്ന സകല ആലോചനകളും ആത്മാവിൽ തിരിച്ചറിയാൻ എനിക്കൊരു കൃപ തരണമേ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അംഗീകരിച്ചാലില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന സത്യമാണ് വിളിച്ചു പറയുന്നത്. ഇന്ന് പകൽക്കാലം ഒരു കൃപ പ്രാപിക്കണം, ഒരു ശക്തി പ്രാപിക്കണം, ഒരു ബലം പ്രാപിക്കണം, ഒരു ബലം പ്രാപിക്കണം. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകലേ. ഒരു കൃപ പ്രാപിക്കണം, ഒരു കൃപ പ്രാപിക്കണം, ഒരു ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തു മൂന്നും തിരിച്ചറിഞ്ഞു. അതാ ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. യേശു ജനിച്ച അന്ന് മുതൽ ആ സ്നാനക്കുളം വരെ എൻ്റെ പ്രാണപ്രിയന്റെ പ്രിയ പുത്രനായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. സ്വർഗം തുറന്നു, എൻ്റെ കർത്താവ് അറ്റസ്റ്റ് ചെയ്തു, ഇത് എൻ്റെ പ്രിയ പുത്രനെ. എൻ്റെ കർത്താവ് സൈൻ ചെയ്തു, എൻ്റെ കർത്താവ് അടിവരയിട്ടു. പരിശുദ്ധന്മാർ പ്രാവ് പോലെ ഇറങ്ങി അവനെ മരുഭൂമിയിലേക്ക്, ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 3 തവണ പരീക്ഷ വന്നു. ഈ 3 തവണയും ശത്രുവിൻ്റെ പദ്ധതിയാണെന്ന് യേശു കണ്ടുപിടിച്ചു. നമ്മളൊക്കെ ഇതുപോലെ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൻ്റെ മുമ്പിൽ കിടക്കണം. അല്ലെങ്കിൽ ശിംശോൻ കുടഞ്ഞൊന്ന് എഴുന്നേറ്റ് നോക്കും, നമ്മളെ ശക്തി കൊണ്ട് കൽപ്പിക്കും, പോക്ക് ഗ്യാസും ആകും.
പിശാച് ബന്ധിക്കും, നമ്മൾ അറിയത്തില്ല. അവന്റെ രാജ്യത്തിൽ കൊണ്ടുപോകും, നമ്മൾ അറിയത്തില്ല ഇതൊന്നും. കണ്ണ് കുത്തിപ്പൊട്ടിക്കും, ഈ 2 കണ്ണും അല്പം അതുപോലെ ഇരിക്കും. പക്ഷേ യേശുവിനെ കാണുന്ന കണ്ണ് പോകും, ശ്രദ്ധയെല്ലാം ലോകത്തോടാകും. പരിശുദ്ധൻ നമ്മൾ പ്രാപിച്ചേ തീരൂ. നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുത്താൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ വചനം ഈ വരി എനിക്ക് വന്നിട്ടില്ല ചിലതൊക്കെ. ഞാൻ പറയാം, നമ്മൾ തിരിച്ചറിഞ്ഞോളണം, നമ്മൾ തിരിച്ചറിഞ്ഞോളണം, പരിശുദ്ധന്മാർ പ്രാപിച്ചോളണം. നമ്മളോട് സംസാരിക്കുന്ന ശബ്ദമേത്, നമുക്ക് ഓഫർ തരുന്നത് ആരാണ്, അവന്റെ പദ്ധതി എന്തോ ഒന്ന് തിരിച്ചറിയണം. 2 എടുത്ത് ചാടിക്കോ എന്ന് പറയുന്നത് ആര്, അത് തിരിച്ചറിയണം. 2 സംസാരിച്ചോ എന്ന് പറയുന്ന ആര്, തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ ദൈവകൃപ പ്രാപിക്കണം. 3 സകലതും ഓഫർ നമ്മളെ മുമ്പിൽ നിർത്തി വെക്കുമ്പോൾ ഈ ഓഫർ യേശുവാണെങ്കിൽ ഇത് ചെയ്യുമായിരുന്നോ? അടുത്ത് നോക്കണം, യേശു അപ്പോസ്തലന്മാർക്ക് ഈ ഓഫർ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ തിരിച്ചറിയാൻ പറ്റും. അപ്പോസ്തലന്മാർക്ക് ഈ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, സത്യമാണ്. ഈ ഓഫർ അപ്പോസ്തലന്മാർക്ക് കൊടുക്കാത്ത ഒരു ഓഫറാണ് എൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നതെങ്കിൽ യേശുവിനെ ഇവിടെ കൊണ്ടുപോയി 3ാമത് കാണിച്ചു കൊടുത്ത ഓഫറാണോ എന്ന് നമ്മൾ മുട്ടുമടക്കി ചോദിക്കണം. ആത്മാവിനെ വിവേചിക്കണം. അതിന് പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ മേൽ ശക്തി തരണം അപ്പ. അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവം പഴയ നിയമത്തിലെ യോവേലിലൂടെ പ്രവചിച്ചു. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിനകത്ത് വന്നപ്പോൾ അത് നിറവേറി. അവിടെ മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ലതല്ല പിന്നെ നടക്കുന്നത്. പിന്നെയോ വ്യത്യസ്തമായ നിലവാരത്തിൽ അതത് സമയങ്ങളിൽ എന്തൊക്കെ കൃപകൾ വേണോ, എന്തൊക്കെ വരങ്ങൾ വേണോ, അതുപോലൊരു ചുറ്റുപാടിലല്ല എങ്കിലും അതിന്റെ ഇരട്ടി ശക്തിയോടെ, ഇരട്ടി അധികാരത്തോടെ, ഇരട്ടി ബലത്തോടെ ഇന്നും കർത്താവിന്റെ മക്കൾക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്നതിനേക്കാൾ ഇരട്ടി 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 ശക്തിയോടെ ഇന്ന് അനേക ദൈവവേലക്കാരെ ഭൂമിയുടെ 5 വൻകരകളിൽ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവകൃപ, ദൈവം തരുന്ന ഒരു ദൈവശക്തി, ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കൃപ, സ്വർഗം തുറന്നിറങ്ങി നമ്മളുടെ മേൽ പകരുന്ന ഒരു അസാധാരണമായ ശക്തി ഇന്ന് പകൽക്കാലം പ്രാപിച്ചിട്ട് നമ്മൾ പോകാവൂ. വീണ്ടും അടുത്ത വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നു. വായിച്ചേ, ഇപ്പൊ വായിച്ചതിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചേ. യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ തടവിൽ ആയി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകൾ കടൽക്കരയുള്ള കവർന്നഭൂമിയിൽ ചെന്ന് പാർത്തു. ലൂക്കോസിലേക്ക് പോകുമ്പോ യേശുക്രിസ്തു പരീക്ഷ തികച്ചെന്ത് ചെയ്തു? യേശുക്രിസ്തു അവിടെ വിട്ട് പോയി, ശത്രു അവനെ വിട്ട് പോയി എന്ന് ലൂക്കോസ് സുവിശേഷത്തിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ആത്മാവിൽ നിറഞ്ഞ് 12 വാക്യം 4:12 വായിച്ചേ. 12 13 4:13. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. കുറച്ച് ദിവസത്തേക്കാണ്. ഇപ്പൊ 3 പരീക്ഷ അടുത്തടുത്തിട്ടില്ലേ, അടുത്തിനി കുറച്ച് ദിവസത്തേക്ക് അങ്ങ് നീങ്ങി, കുറെ കാലത്തേക്ക് അവനെ വിട്ട് മാറി. അടുത്തവരി യേശു ആത്മാവിന്റെ ശക്തിയോടെ, യേശു ഇപ്പോ അടുത്തൊരു കൃപയും കൂടെ പ്രാപിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അടുത്ത് അവൻ അവരുടെ പള്ളികൾ ഉപദേശിച്ചു. കണ്ടോ, പള്ളികൾ ഉപദേശിച്ചു. അടുത്ത് എല്ലാവരും അവനെ പ്രശംസിച്ചു. കണ്ടോ, കർത്താവ് ഉപദേശിക്കാൻ തുടങ്ങി, കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങി. ശക്തിക്ക് മീതെ ശക്തി ധരിച്ചു. നമുക്ക് ആ കർത്താവിൻ്റെ കൃപ കൂടിയേ തീരൂ. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ദൈവത്തിൻ്റെതാണോ എന്ന് തിരിച്ചറിഞ്ഞേ തീരൂ. ഓരോ ദിവസവും ആത്മാവിൽ നിറഞ്ഞേ തീരൂ. കർത്താവ് നമുക്ക് തരുവാൻ മതിയായവനാണ്. കർത്താവ് നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. കർത്താവ് നമ്മളെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും അഭിഷേകം തരുവാനും മതിയായവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഇന്ന് ആ ദൈവശക്തിയെ തരുവാൻ യേശു നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും